നമസ്കാരം. റിപ്പോർട്ടർ ചാനലിൻ്റെ ബിനാമി ഉടമകളായ അഗസ്റ്റിൻ സഹോദരന്മാർ അടിമുടി തട്ടിപ്പുകാരാണ്. അവർക്ക് നേരെ ചൊവ്വെ ബിസിനസ് ചെയ്യാൻ അറിയില്ല. അവർ ജനിച്ചപ്പോൾ മുതൽ തട്ടിപ്പിൻ്റെ അന്തരീക്ഷത്തിൽ വളർന്നവരാണ്. തട്ടിപ്പായിരുന്നു ആ കുടുംബ പാരമ്പര്യം തന്നെ. അവരുടെ വീട് നിർമ്മിച്ച വകയിൽ പോലും നിർമ്മാണത്തിൻ്റെ ഭാഗമായവർക്ക് പണം കൊടുക്കാനുണ്ടെന്ന് മറുനാടൻ്റെ ലേഖകരോട് പലരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. തട്ടിപ്പിലൂടെ എങ്ങനെ വരുമാനമുണ്ടാക്കാം എന്നാലോചിച്ച് ജീവിക്കുന്ന കൂട്ടർ. ചെറിയ പ്രായത്തിൽ തന്നെ അവർ തട്ടിപ്പ് ആരംഭിച്ചു. പക്ഷേ ആരും അറിഞ്ഞില്ല. നമ്മുടെ നാട്ടിൽ തട്ടിപ്പുകാർക്ക് പഞ്ഞമില്ലാത്തതിനാൽ അത്യാവശ്യം ചില്ലറ കൊടുക്കാൻ കെൽപ്പുള്ള, പ്രത്യേകിച്ച് മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള തട്ടിപ്പുകാർ അറിയപ്പെടാതെ പോകും. ഇവരുടെ തട്ടിപ്പ് പരസ്യമാകുന്നത് അവർ അമിതമായ ആത്മവിശ്വാസത്തോടെ കോടിക്കണക്കിന് രൂപ തട്ടിച്ചെടുക്കാൻ മാംഗോ ഫോൺ എന്ന പേരിൽ ഒരു വലിയ തട്ടിപ്പ് ആസൂത്രണം ചെയ്തപ്പോഴാണ്. നമുക്കറിയാം, ചൈനയിൽ പോയി ആർക്കും വില കുറഞ്ഞ മൊബൈൽ ഫോൺ എന്ത് പേരെഴുതി കൊടുക്കുന്നു അതനുസരിച്ച് പ്രിൻ്റ് ചെയ്തുകൊണ്ട് വരാം. അങ്ങനെ അവർ മാംഗോ ഫോൺ എന്ന പേരിൽ കുറച്ച് സാമ്പിൾ ഫോണുകളുമായി നാട്ടിൽ വന്ന് വലിയ ഒരു ഫാക്ടറി അവർ ചൈനയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു, വലിയൊരു റിസർച്ച് സെൻറ്റർ കൊറിയയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ഫ്രാഞ്ചൈസി തട്ടിപ്പിനിറങ്ങി. അതിനുവേണ്ടി അവർ കേരളത്തിലെ എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ പരസ്യം ചെയ്തു. അക്കാലത്ത് ഒരു സിനിമാ നിർമ്മാതാവിന് ഏതാണ്ട് 50 ലക്ഷം രൂപ അവർ കൊടുക്കാനുണ്ടായിരുന്നു. വാക്ക് തെറ്റിച്ചതുകൊണ്ട് സിനിമാ നിർമ്മാതാവ് അവരുടെ കസ്റ്റഡിയിലുള്ള ഒരു പോർഷെ കാർ കസ്റ്റഡിയിലെടുത്തപ്പോഴാണ് മനസ്സിലാവുന്നത് അത് ജപ്തിയിലാണെന്ന്. അയാൾ നൽകിയ തട്ടിപ്പിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തിയപ്പോൾ ഈ മാംഗോ ഫോണിൻ്റെ ബ്രാൻഡ് അംബാസഡർ എന്ന് അവർ പറയുന്ന സച്ചിൻ ടെണ്ടുൽക്കറോ അമിതാഭ് ബച്ചനോ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് ബോധ്യമാകുന്നു. അങ്ങനെ പത്രങ്ങളിലെ ഒന്നാം പേജിൽ കോടികൾ മുടക്കി പരസ്യം കൊടുത്ത് അവർ വലിയൊരു തട്ടിപ്പിനൊരുങ്ങി. ആ തട്ടിപ്പിനെതിരെ ആദ്യം വാർത്ത ചെയ്തത് ഞങ്ങളാണ്. അക്കാലത്ത് മറുനാടിനെ സ്വാധീനിക്കാൻ ഈ ആൻഡോ അഗസ്റ്റിൻ പലതവണ ശ്രമിച്ചിരുന്നു. ഒരു കൊച്ചുമുറി വാടകയ്ക്കെടുത്ത് ഒരു പെൺകുട്ടിയെ നിയമിച്ചായിരുന്നു അവർ മാംഗോ ഫോൺ എന്ന തട്ടിപ്പിന് ആസൂത്രണം ചെയ്തത്. അന്ന് അവിടെയുണ്ടായിരുന്ന ഒരു ജീവനക്കാരി കണ്ണീരോടുകൂടിയാണ് ഞങ്ങളോട് അന്നത്തെ ദുരന്ത കഥകൾ പറഞ്ഞതും അവരുടെ പരാതിയിൽ പോലീസ് എഫ്ഐആർ ഇട്ടെങ്കിലും നടപടിയെടുക്കാതിരുന്നതും. ഇവരുടെ തട്ടിപ്പിനെ കുറിച്ച് ഞങ്ങൾ വാർത്ത കൊടുത്തു തുടങ്ങിയപ്പോൾ ഓരോരോ തട്ടിപ്പുകളുടെ വിശദാംശങ്ങൾ പുറത്തു വന്നു. അതിനു മുമ്പ് തന്നെ ഇവർ തട്ടിപ്പുകാരായിരുന്നു. SBTയുടെ കളമശ്ശേരി ബ്രാഞ്ചിനെ 13 കോടി രൂപയും ബാങ്ക് ഓഫ് ബറോഡയെ 2,68 ലക്ഷം രൂപയും കബളിപ്പിച്ച പേരിൽ കേസുണ്ട് ഇവർക്കെതിരെ. ആ കേസുകളൊക്കെ നിലനിൽക്കെയാണ് അവർ മാംഗോ ഫോൺ എന്ന തട്ടിപ്പുമായി രംഗത്തെത്തിയത്. ഈ മാംഗോ ഫോണിനെ കുറിച്ച് നിരന്തരമായി ഞങ്ങൾ വാർത്ത കൊടുത്തപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയുടെ പരാതിയിൽ പോലീസ് ഇവരെ പൊക്കിയെടുത്ത് ജയിലിൽ അടച്ചത് 52 ദിവസമാണ്. ഏഷ്യൻ മോട്ടേഴ്സ് എന്ന പേരിൽ മറ്റൊരു തട്ടിപ്പ് അതിനു മുൻപ് ഇവർ നടത്തിയിരുന്നു. ലോറി കൊടുക്കാമെന്ന് പറഞ്ഞ് നിരവധി പേരിൽ നിന്നും ഇവർ പണം അടിച്ചു മാറ്റിയതിൻ്റെ പേരിൽ ആ കാലത്ത് കേസെടുത്തിരുന്നു. പിന്നീടാണ് മുട്ടിൽ മരമുറിയും മെസ്സി തട്ടിപ്പുമൊക്കെ അരങ്ങേറുന്നത്. ആദ്യകാലം മുതൽ ഇവരുടെ വലയിൽ വീണുപോയ ഒരാളായിരുന്നു മാധ്യമപ്രവർത്തകനായ നികേഷ് കുമാർ. നികേഷ് കുമാറിൻ്റെ സഹായത്തോടെ മാധ്യമങ്ങൾ ഇയാൾക്ക് പിന്തുണ കൊടുത്തു. ഇയാളുടെ മാംഗോ ഫോൺ അടക്കമുള്ള തട്ടിപ്പുകൾ മഹത്തായ ആശയമാണ് എന്ന തരത്തിൽ കേരളത്തിലെ മുഴുവൻ ചാനലുകളും പത്രങ്ങളും ഇവർക്ക് വേണ്ടി ഫീച്ചർ ചെയ്തു. അന്ന് പ്രലോഭനങ്ങളിൽ വീഴാതെ പിടിച്ചു നിന്നത് മറുനാടൻ മാത്രമായിരുന്നു. പിന്നീട് മെസ്സി തട്ടിപ്പോടുകൂടിയാണ് മാധ്യമങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന വിവരം അറിയുന്നത്. നേരത്തെ ഇവരുടെ തട്ടിപ്പിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമായിരുന്നെങ്കിലും ഇവരൊക്കെ വാർത്ത കൊടുത്തതുകൊണ്ട് മാംഗോ ഫോൺ അടക്കമുള്ള തട്ടിപ്പുകളെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് എഴുതാൻ പേടിയായിരുന്നു. അതിനിടയിലാണ് മുട്ടിൽ മരമുറി എന്ന വലിയ ആസൂത്രിത തട്ടിപ്പ് നടക്കുന്നത്. വ്യാജരേഖകൾ ചമച്ച് 500 വർഷം വരെ പഴക്കമുള്ള കോടിക്കണക്കിന് രൂപയുടെ മരം വെട്ടിവിറ്റതിൻ്റെ പേരിൽ ഏതാണ്ട് 40ഓളം കേസുകളാണ് വയനാട്ടിലെ മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഉപകേസുകളായി അവിടെയും ഇവിടെയും നിരവധി കേസുകൾ. ഈ കേസുകളെല്ലാം സജീവമായപ്പോൾ അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ഇനി തട്ടിപ്പുമായി മുമ്പോട്ട് പോകണമെങ്കിൽ ഒരേ ഒരു വഴി ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥത കൈവരിക്കുകയാണ്. അങ്ങനെയാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴറിയിരുന്ന നികേഷ് കുമാറിന് കോടികൾ കൊടുത്ത് അതിൻ്റെ ബാധ്യതകൾ ഒക്കെ തട്ടിപ്പ് മണിയിലൂടെ തീർത്ത് അതിൻ്റെ ഉടമസ്ഥാവകാശം അവർ ഏറ്റെടുക്കുന്നത്. എന്നാൽ അനേകം തട്ടിപ്പ് കേസുകളിൽ പ്രതിയായതുകൊണ്ട് ഇവർക്ക് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന പുതിയ കമ്പനിയിൽ ഡയറക്ടർഷിപ്പിലെത്താൻ കഴിഞ്ഞില്ല. ബിനാമികളെ വെച്ചാണ് കമ്പനി നടത്തുന്നത്. അടിസ്ഥാനപരമായി കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ഇല്ലാത്തവർക്ക് ചാനൽ ഉടമകൾ എന്ന നിലയിൽ എന്തെങ്കിലും ചെയ്യാൻ അനുമതിയില്ല. മാനേജിംഗ് ഡയറക്ടർ, ചെയർമാൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവർ കമ്പനി ബോർഡിൽ പോലുമില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും
തട്ടിപ്പ് നടത്തി അവർ മുമ്പോട്ട് പോയി. മാധ്യമങ്ങളെ നിശബ്ദരാക്കാൻ ബാംഗ്ലൂർ കോടതിയിൽ കള്ളക്കേസ് കൊടുത്തു. പക്ഷേ അവർക്ക് കാലിടറിയത് മെസ്സിയുടെ കാര്യത്തിലാണ്. അതുവരെയുള്ള തട്ടിപ്പുകളൊക്കെ തങ്ങളും വാർത്ത കൊടുത്തിട്ടുള്ളതുകൊണ്ട്, പരസ്യം വാങ്ങിയിട്ടുള്ളതുകൊണ്ട് മാധ്യമങ്ങൾ വിഴുങ്ങിയെങ്കിൽ, മാധ്യമങ്ങളെ മുഴുവൻ കബളിപ്പിക്കുന്ന തരത്തിലേക്ക് മെസ്സി തട്ടിപ്പ് നീങ്ങിയപ്പോൾ അവർക്ക് നിശബ്ദത പാലിക്കാൻ കഴിയാതെ പോയി. കാരണം മെസ്സി വരും എന്ന് പറഞ്ഞ ഇവരുടെ കള്ളത്തരം വിശ്വസിച്ച് ജനങ്ങളെ പറ്റിച്ചതിൻ്റെ കുറ്റബോധം മാധ്യമങ്ങൾക്കുണ്ടായി. മാത്രമല്ല, വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ മാധ്യമങ്ങളെ നിശബ്ദരാക്കാൻ കള്ളക്കേസുമായി ഇവർ രംഗത്തെത്തുകയും വ്യാജ വാർത്തകൾ കൊടുത്ത് റേറ്റിംഗ് കൂട്ടുകയും ഈ തട്ടിപ്പെല്ലാം നടത്തിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ചാനലിൽ ഇരുന്ന് നിരന്തരം ചാരിത്ര പ്രസംഗം നടത്തുകയും ചെയ്തതോടെ കുറ്റബോധം സഹിക്കാനാവാതെ ചാനലുകളും പത്രങ്ങളും ഇവറ്റകൾക്കെതിരെ രംഗത്തിറങ്ങി. എന്നിപ്പോൾ ഇവർക്കെതിരെ വാർത്ത കൊടുക്കാൻ ആർക്കും ഒരു മടിയുമില്ല. ഞങ്ങൾ മാധ്യമ സ്ഥാപന ഉടമകളാണ് എന്നൊക്കെ പറഞ്ഞ് ഈ തട്ടിപ്പുകാർ നിലവിളിക്കുന്നുണ്ടെങ്കിലും മാധ്യമങ്ങൾ മത്സരിച്ച് ഇവർക്കെതിരെ വാർത്ത കൊടുക്കുന്നു. എന്നിട്ടും ഇവരുടെ ആത്മവിശ്വാസത്തിന് ലവലേശം കോട്ടം തട്ടിയിട്ടില്ല. നിരന്തരം നുണ പറയാനും നിരന്തരം ന്യായീകരിക്കാനും പച്ചക്കള്ളം പറയാനും എങ്ങനെ ഇവർക്ക് കഴിയുന്നു എന്നത് അവിശ്വസനീയമാണ്. നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കള്ളന്മാരിൽ ഒരാളായ പിണറായി പോലും ഉത്തരം പറയാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ഒഴിഞ്ഞു മാറുമ്പോൾ ഇവർ എല്ലാത്തിനും നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നു. ഈ കള്ളന്മാരായ നുണയന്മാരെ ഒരു ഉളുപ്പുമില്ലാതെ പിന്തുണയ്ക്കുന്ന ഒരാൾ, അരുൺകുമാർ എന്നയാൾ, അയാളുടെ പേരിനൊപ്പം ഡോക്ടർ എന്ന് ചേർക്കുന്നതാണ് അതിനേക്കാൾ ഖേദകരം. പക്ഷെ കാലം ഒരുപാട് മാറി. ഇന്ന് അവരുടെ ഓരോ തട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ ജനങ്ങൾക്കറിയാം, മാധ്യമങ്ങൾക്കറിയാം, കോടതിക്കറിയാം. അതുകൊണ്ടാണ് അവരുടെ എല്ലാ അഭ്യാസങ്ങളും പൊളിഞ്ഞു പോകുന്നത്. ബാങ്ക് ഓഫ് ബറോഡ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ജയിലിൽ നിന്ന് ഇറക്കാൻ ഇടപെട്ട അന്നത്തെ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് തന്നെയാണ് റിപ്പോർട്ടറിനെ പൂട്ടിക്കും എന്ന് ഇക്കുറി വെല്ലുവിളിച്ചത്. സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം GST വെട്ടിപ്പിന്റെ വിശദമായ കണക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഈ കണക്ക് കിട്ടുമ്പോൾ ഏതാണ്ട് 26 കോടി രൂപ GST മേടിക്കാത്തതിൻ്റെ പേരിൽ 4 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉറപ്പായിട്ടുണ്ട്. ആ GST ഈടാക്കാനുള്ള നടപടി ആരംഭിക്കും. മാത്രമല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് 126 കോടിയുടെ സാമ്പത്തിക നഷ്ടം ഖജനാവിനുണ്ടായിട്ടുണ്ട് എന്ന് ഇവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 1 രൂപ പോലും ഖജനാവിന് നഷ്ടമില്ല എന്ന് കമ്മികൾ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തെയാണ് അന്നത്തെ കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ ഈ പദ്ധതിയെക്കുറിച്ച് റിപ്പോർട്ടുണ്ടാക്കാൻ ചുമതലപ്പെടുത്തിയത്. അവർ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് 210 കോടി രൂപ ആകെ ചെലവാകും. 82 കോടി രൂപ മാത്രമേ വരുമാനമായി ലഭിക്കൂ. 210 കോടിയിൽ 125 കോടി അർജന്റീന ഫുട്ബോൾ ടീമിനും 40 കോടി അവർക്കെതിരെ കളിക്കുന്ന ടീമിനും കൊടുക്കാനുള്ളതാണ്. അങ്ങനെ 198 കോടി. കൂടാതെ യാത്രാ ചെലവും താമസവും സ്റ്റേഡിയം നവീകരണമടക്കം ഉള്ള ചെലവ് കൂടി ഉൾപ്പെടുത്തുമ്പോൾ 210 കോടിയാവും. സ്പോൺസർമാരും ടിക്കറ്റും അടക്കം പക്ഷേ 82 കോടി മാത്രമേ ശേഖരിക്കാൻ കഴിയൂ. അങ്ങനെ 126 കോടി രൂപ നഷ്ടമുണ്ടാകും. ഈ പണം ബജറ്റിൽ ഉൾപ്പെടുത്തി കൈകാര്യം ചെയ്യണം എന്നായിരുന്നു ആവശ്യം. എന്ന് വെച്ചാൽ 126 കോടി രൂപ ഖജനാവിൽ നിന്നും മുടക്കാനുള്ള പദ്ധതിക്കാണ് സ്പോൺസർ എന്ന പേരിൽ റിപ്പോർട്ടർ ചാനലിനെ ചുമതലപ്പെടുത്തിയത്. 126 കോടിയുടെ നഷ്ടത്തെക്കുറിച്ച് മിണ്ടാതാണ് സർക്കാരിന് എന്ത് നഷ്ടം എന്നിവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ പരിപാടിയുടെ പേര് പറഞ്ഞ് റിപ്പോർട്ടർ ചാനൽ ഇതിനോടകം കോടിക്കണക്കിന് രൂപ ശേഖരിച്ചിരിക്കുന്നെന്നും ആ ശേഖരിച്ച പണത്തിൻ്റെ ഒന്നും GST അടച്ചിട്ടില്ലെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ ശേഖരിച്ചത് എവിടെ നിന്നാണ്, ആരൊക്കെയാണ് ഇവർക്ക് പണം കൊടുത്തത്, ആരൊക്കെയാണ് കബളിപ്പിക്കപ്പെട്ടത് എന്നതും അന്വേഷണ വിധേയമാകും. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട ഒരു അലിയാരെ പറ്റിച്ച കേസ് ചോറ്റാനിക്കര കോടതിയിലുണ്ട്. കോടതിയിൽ തുടർച്ചയായി ഹാജരാകാതെ വന്നപ്പോൾ ജാമ്യമില്ല വാറണ്ട് പുറപ്പെടുവിച്ചാണ് കോടതി അവരെ അവിടേക്ക് എത്തിച്ചത്. ഇവർക്കെതിരെ ജാമ്യമില്ല വാറണ്ട് മാധ്യമങ്ങളിലെല്ലാം വാർത്തയായിരുന്നു. ജാമ്യമില്ല വാറണ്ടിനെ വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങനെ നുണ എഴുതരുത് എന്ന് പറഞ്ഞ് റോജി അഗസ്റ്റിൻ എന്ന തട്ടിപ്പുകാരൻ മാധ്യമങ്ങളുടെ പുറത്ത് കയറുന്ന വീഡിയോ സഖാക്കൾ ആവേശത്തിൽ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഉളുപ്പില്ലാതെ നുണ പറയാൻ മടിയില്ലാത്ത ഇവർ പറഞ്ഞ മറ്റൊരു നുണ മാത്രമായിരുന്നു അത്. എന്നാൽ ഏഷ്യാനെറ്റ് അത് കൈയോടെ പൊളിച്ചു. പബ്ലിക്കിന് ലഭ്യമായ കോടതി രേഖകളിൽ തന്നെ നോൺ ബെയിലബിൾ വാറണ്ട് എന്ന് എഴുതി വച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റ് പ്രത്യേക ബുള്ളറ്റിനിലൂടെ അവതരിപ്പിച്ചു. ഇതോടുകൂടി ഇത് ഏറ്റുപിടിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച കമ്മികൾ തലയിൽ മുണ്ടിട്ട് ഓടുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് ശ്രീജിത്ത് പണിക്കർ ഇങ്ങനെയാണ് എഴുതിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് ജെവിൻ മുട്ടുവിനെ ഉടൻ പുറത്താക്കുക. മരമുറി കേസിലെ ജാമ്യമില്ലാ വാറണ്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ 1-ാം പ്രതിയും
ബഹുമാനീയനും പരമാദരണീയനും ശ്രീമാൻ റോജി അഗസ്റ്റിൻ സാർ ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർ ജെവിൻ ടുട്ടുവിനോട് പറഞ്ഞത് അങ്ങനെ ഒരു ജാമ്യമില്ലാ വാറണ്ട് ഇല്ലെന്നാണ്. തീർന്നില്ല, ജെവിനോട് മേലാൽ ഫ്രോഡ് പറയരുതെന്നും വായ പൊളിച്ചാൽ കള്ളത്തരം പറയാൻ മാത്രം ശ്രമിക്കരുതെന്നും സത്യം പറയണമെന്നും സിനിമയിലെ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് സ്റ്റൈലിൽ ഞങ്ങളുടെ റോജി സാർ വെച്ച് കീച്ചി. സാരോപദേശത്തിന് ശേഷം ജാമ്യമില്ലാ വാറണ്ടെന്ന് തെളിയിക്കാനുള്ള തൻ്റെ ഇടം ജെവിന് ഉണ്ടോ എന്ന് റോജി സാർ സുരേഷ് ഗോപി സ്റ്റൈലിൽ കത്തിക്കയറി. അതിന് കഴിഞ്ഞില്ലെങ്കിൽ മാധ്യമപ്രവർത്തനം നിർത്താൻ തയ്യാറുണ്ടോ എന്നും വെല്ലുവിളിയിൽ ഞാനങ്ങ് ത്രില്ലടിച്ചു പോയി. ജെവിൻ്റെ ആപ്പീസ് പൂട്ടിപ്പോകുന്നത് കണ്ട ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ആ കസേരയിൽ കയറി നിന്ന് ഞങ്ങളുടെ റോജി സാറിന് വേണ്ടി കൈയടിച്ചു. തനിക്കെതിരെയുള്ളത് വെറും പ്രൊഡക്ഷൻ വാറണ്ട് മാത്രമാണെന്നും ജാമ്യമില്ലാ വാറണ്ട് അല്ലെന്നും ആവർത്തിച്ചു പറഞ്ഞിട്ടും സത്യദൂതനും പരമസത്യഭാഷകനുമായ റോജി സാറിനെ വിശ്വസിക്കാൻ അഹങ്കാരിയ ജെവിൻ തയ്യാറായില്ല. തുടർന്ന് സത്യസന്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കണമെന്നും റോജി സാർ ജെവിനെ ഉപദേശിച്ചു. അതെന്താണ് ഈ സത്യസന്ധമായ ഭക്ഷണമെന്നും അതെന്തിനാണ് ജെവിൻ കഴിക്കേണ്ടതെന്നും എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഞാൻ അതിനും കസേരയിൽ കയറി കൈയടിച്ചു. ജാമ്യമില്ലാ വാറണ്ട് ഉണ്ടെന്ന് തെളിയിച്ചാൽ തൻ്റെ അടുത്തുനിന്ന് ലൈവിന് വരണം എന്ന് റോജി സാർ റജുവിനോട് പറയുകയും ചെയ്തു. അങ്ങനെ മാധ്യമപ്രവർത്തനത്തിന് ABCD അറിയാത്ത ജെവിൻ തിരികെ സ്റ്റുഡിയോയിൽ പോയി. ശേഷം കോടതി രേഖകൾ എടുത്തു. എന്നിട്ട് ഒന്നൊന്നായി പുറത്തുവിട്ടു. ചാനലിൽ ഒരു വീഡിയോയും ചെയ്തു. അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. സത്യം മാത്രം പറയുന്ന, സത്യസന്ധമായ ഭക്ഷണം മാത്രം കഴിക്കുന്ന, ഹരിചന്ദ്രനെ പോലെ സത്യത്തെ മുറുകെ പിടിക്കുന്ന റോജി സാർ ഉൾപ്പെടെയുള്ള മൊത്തം പ്രതികൾക്കെതിരെയും ഓഗസ്റ്റ് 10 കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചതിന് കോടതി രേഖ. തീർന്നില്ല, ഞങ്ങൾ സ്ഥലത്തില്ലാത്തപ്പോഴാണ് വാറണ്ട് കൊണ്ടുവന്നതെന്ന കാരണത്താൽ ഞങ്ങൾക്കെതിരെയുള്ള വാറണ്ട് ഒഴിവാക്കണമെന്ന് 3 അഗസ്റ്റിൻ സോദരരും ഒരുമയോടെ കോടതിയോട് അപേക്ഷിക്കുന്ന എഴുത്തുകുത്തും ജെവിൻ പുറത്തുവിട്ടു. അതിൽ റോജി സാറിനൊപ്പം കൂടി കണ്ടതോടെ എൻ്റെ ഹൃദയം വേഗത്തിൽ പിടിച്ചു. കണ്ണുകളിൽ ഇരുട്ട് കയറി, തൊണ്ട പറ്റി, ഞാനങ്ങില്ലാണ്ടായി. എന്നിട്ട് ജെവിൻ്റെ അഹന്ത മുറ്റിയ ഒരു ഡയലോഗും കസ്റ്റഡിയിലുള്ള പ്രതികളെ കോടതിയിൽ ഹാജരാക്കാനാണ് പ്രൊഡക്ഷൻ വാറണ്ടെന്നും ജാമ്യത്തിൽ നടക്കുന്ന റോജി സാറിനെയും അഗസ്റ്റിൻ സഹോദരന്മാർക്കും കൊടുത്തത് ജാമ്യമില്ലാ വാറണ്ടാണെന്നും കേട്ടു എന്നും. എന്തൊരു അഹങ്കാരമാണ് ജെവിനെ. ഞങ്ങളുടെ റോജി സാർ കള്ളത്തരം പറഞ്ഞെന്ന് തെളിയിച്ചില്ലേ? ഞങ്ങളുടെ റോജി സാർ സത്യം മറച്ചു വെച്ചും തെളിയിച്ചില്ലേ? ഞങ്ങളുടെ റോജി സാറിനെ ഇങ്ങനെ അപമാനിക്കാൻ പാടുണ്ടോ? ഒന്നുമല്ലെങ്കിൽ ലോകോത്തര ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവന്ന ആളല്ലേ? ആ ബഹുമാനമെങ്കിലും കാണിക്കേണ്ട ജെവിനെ. കാര്യം ജെവിൻ എൻ്റെ നല്ല സുഹൃത്തൊക്കെയാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. റോജി അഗസ്റ്റിൻ സാർ കേരളത്തിൽ മൊത്തം അഭിമാനമല്ലേ? ഇന്നലെ ജെവിനോട് സംസാരിച്ചപ്പോൾ സത്യസന്ധമായ ഭക്ഷണം കഴിക്കാൻ ഞാനും ഉപദേശിച്ചതാണ്. പക്ഷെ കാര്യമില്ല, ജെവിൻ അഹങ്കാരിയാണ്. ലേഖ പുറത്തുവിട്ട ശേഷം റോജി സാർ പറഞ്ഞ ലൈവിന് ചെല്ലാൻ ജെവിന് ഏഷ്യാനെറ്റ് ന്യൂസ് അനുവദിക്കരുത്. ഞങ്ങളുടെ ആശയവും ആവേശമായ കള്ളമെന്തെന്നറിയാത്ത സത്യസന്ധമായ ഭക്ഷണം മാത്രം കഴിക്കുന്ന നിലപാടുകളിൽ സ്ഥിരതയുള്ള കേരള സംസ്ഥാനത്തിൻ്റെ അഭിമാനമായ സാക്ഷാൽ റോജി സാറിനെ പൊതുസമക്ഷം തെളിവ് സഹിതം തൂക്കിയ ജെവിനെ ഇനി അരനിമിഷം പോലും ജോലിയിൽ തുടരാൻ ഏഷ്യാനെറ്റ് ന്യൂസ് അനുവദിക്കരുത്. ഉടൻ തന്നെ ജെവിനെ പുറത്താക്കുക. പകരം കഴിയില്ലെങ്കിൽ വിധേയത്വം മാത്രമുള്ള റോഷി പാഴിനെ പോലുള്ളവർ ജോലിക്കെടുക്കുക. ജെവിൻ്റെ നടപടിക്കെതിരെ ഞാൻ ആഞ്ഞടിക്കുന്നു. നിങ്ങളും ആഞ്ഞടിക്കൂ. അപ്പോൾ ശരി, ജെവിനെ നീയാണ് മോനെ പുലിക്കുട്ടി. ഇതോടുകൂടി ഇത് ഏറ്റുപിടിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച കമ്മികൾ തലയിൽ മുണ്ടിട്ട് ഓടുകയാണ്. ഇതിനിടയിൽ ചോറ്റാനിക്കര കോടതിയിലെ കേസ് നീട്ടാൻ അവർ നടത്തിയ നീക്കങ്ങളൊക്കെ പൊളിഞ്ഞുപോയി. ആ കേസ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, ആവശ്യങ്ങളെല്ലാം വിചാരണ കോടതിയിൽ തന്നെ പോയി ആവശ്യപ്പെടാൻ പറഞ്ഞു. ഇവർ വന്ന് നിരവധി ആവശ്യങ്ങൾ വെച്ചു. ആദ്യത്തെ ആവശ്യം അധികാര പരിധിയില്ല, അതുകൊണ്ട് കേസ് വയനാട്ടിലേക്ക് മാറ്റണമെന്നായിരുന്നു. മുട്ടിൽ മരമുറി കേസ് വയനാട് നടക്കുന്നതുകൊണ്ട് അവിടെ വേണം എന്ന് പറഞ്ഞത് കേസ് നീട്ടാനുള്ള അടവായിരുന്നു. എന്നാൽ കോടതി പറഞ്ഞു പരാതിക്കാരൻ ഇവിടെ ആയതുകൊണ്ടും വഞ്ചന ഇവിടെ നടന്നതുകൊണ്ടും ഇവിടെ നടത്തിയാൽ മതിയെന്ന്. അതുപോലെ ഇവരുടെ കയ്യിൽ തെളിവില്ലാത്തതുകൊണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് തെളിവ് ഹാജരാക്കാൻ ആവശ്യപ്പെടണമെന്ന് ഇവർ ആവശ്യപ്പെട്ടതും കോടതി തള്ളിക്കളഞ്ഞു. ആകെ അനുവദിച്ചത് ആൻഡോയ്ക്കും ജോസുകുട്ടിക്കും വീഡിയോ കോൺഫറൻസ് വഴി വിചാരണയിൽ പങ്കെടുക്കാം എന്ന ഒരു കാര്യം മാത്രമാണ്. അടിമുടി കുടുങ്ങിയിരിക്കുകയാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ, മാധ്യമങ്ങൾക്ക് മുമ്പിൽ, കോടതിക്ക് മുമ്പിൽ. കഴിഞ്ഞ കുറേ കാലമായി ഇവർ ഈ നാടിനെ കബളിപ്പിച്ചതിന് മുഴുവൻ ഇനി നിരനിരയായി ഇവർക്ക് മറുപടി പറയേണ്ടി വരും. ഇവരുടെ തട്ടിപ്പ് സാമ്രാജ്യം കടപുഴകി വീണു തുടങ്ങിയിരിക്കുന്നു. ഇനി അധിക ആയുസ്സില്ല.